സ്റ്റാർട്ടിങ് ഇത്തിരി പ്രശ്നമുണ്ടല്ലേ? അല്ല, എനിക്ക് കയ്യെത്തുന്നില്ല. കയ്യെത്തണ്ട, ഓഫായടാ. എടുക്കണ്ട രാജു, എടുക്കണ്ട്. ഫസ്റ്റ് തന്നെ റിവ്യൂ ഇടണ്ട, ബ്ലൂ പോഴ്സിൽ ഇടണ്ട. അപ്പോൾ പുതിയ വണ്ടി എടുത്തു അല്ലേ? അതെ. എത്ര കൊടുത്ത്? ഇത് ഓൺ റോഡ് വന്നിട്ട് 1.65. 1.65. എന്താ ഇതിൻ്റെ ഒരു ഗുണം, എടുക്കാനുള്ള ഒരു കാരണം? ഇതിപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് മാറുകയല്ലേ, അതായത് ഇലക്ട്രിക് ആണല്ലോ ഇപ്പോൾ ഫ്യൂച്ചർ. പിന്നെ നമ്മളിപ്പോൾ പെട്രോളിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ എന്ന് തോന്നി. ഓക്കെ ഓക്കെ. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഓട്ടിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഓൾറെഡി ഞാനിതിന് വരുന്നത് ഇത് CBS, ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് ABS വരുന്നത്. അഡ്വാൻസ്ഡ് വേർഷൻ പറയുമ്പോൾ ഇത് S1 Pro തേർഡ് ജനറേഷൻ ആണ്. ഇതിന്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ Pro Plus അതിലാണ് ABS വരുന്നത്. ഇതിൽ വേറെ എന്തൊക്കെ ഫീച്ചർ? പാട്ട് കേൾക്കാനൊക്കെ പറ്റുന്നൊക്കെ പറയുന്നത്. പാട്ടുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. സാധാ പോലെ കുറച്ചും കൂടി അഡ്വാൻസ് പറഞ്ഞാൽ ഇതിൽ മൂവ് വോയിസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. മൂവ് വോയിസ് അതെന്താ? അത് നമുക്ക് വണ്ടി പെയർ ചെയ്യാൻ പിന്നെ കുറെ കാര്യങ്ങൾ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല, നോക്കിയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് വണ്ടി എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ഫോൺ വഴി, ആപ്ലിക്കേഷൻ വഴി എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ആർക്ക് വണ്ടി എടുത്തിട്ട് പോയാൽ അറിയാം, നമുക്കറിയാം, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കിലോമീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. കിലോമീറ്റർ അറിയില്ല, അങ്ങനെ പറഞ്ഞത് ഒന്നും കൂടി കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ വണ്ടി ഇത്തിരി ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. എനിക്ക് വെച്ച് നോക്കുമ്പോൾ വണ്ടി കുറച്ച് വലിയ വണ്ടിയാണ്. അതായത് ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വണ്ടി കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. കുറച്ച് കാലെത്താൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചെറിയ വണ്ടികളുണ്ടെന്ന് പറയുന്നത്. ഇതിന്റെ വേറെ വേർഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കിയിട്ട് എടുക്കാന്ന് മാത്രം. നമുക്ക് അഡ്വാൻസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. നമുക്ക് ചാർജിങ് എങ്ങനെയാണ് വരുന്നത്? കമ്പനി ഫുൾ ചാർജ് 4 to 5 മണിക്കൂർ. 4 to 5 മണിക്കൂറിൽ ഫുൾ ചാർജ് ആവും. അപ്പോൾ ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ കിട്ടും? ഇതിപ്പോൾ ഫുൾ ചാർജിൽ ഇവര് കമ്പനി പറഞ്ഞത് IDC റേഞ്ച് 240 എക്കോ മോഡ്. ഇപ്പം ഇതിൽ കാണിക്കുന്നത് എനിക്ക് 210 എക്കോ മോഡ് കാണിക്കുന്നത്. 210 എക്കോ മോഡ്. പക്ഷെ നമ്മൾ നോർമൽ മോഡിൽ ഓടിക്കുമ്പോൾ ഒരു 165 ആ റേഞ്ചാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഓടിച്ച സ്ഥിതിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ബിൽഡിംഗ് ക്വാളിറ്റി വലിയ തിരക്കേടില്ല അല്ലേ? ബിൽഡ് ക്വാളിറ്റി കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട് S1, അപ്പോൾ അത് കണ്ടപ്പോൾ ആണ് നമ്മൾ എടുക്കുക. ഓൾറെഡി ഞാനിത് നോക്കി വെച്ചായിരുന്നു 5 വർഷം മുമ്പ്, കൊറോണ സമയത്ത്. പിന്നെ കുറേ കാര്യങ്ങൾ കൊണ്ട് അത് ഒഴിവായി. പിന്നെ S1 വന്നു. S1 വന്നിട്ട് പിന്നെയും വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രീനിൽ നമുക്ക് ഇത് കാണിക്കണം, സ്ക്രീനിൽ നമുക്ക് എല്ലാം സ്ക്രീൻ വഴിയാണ്. ഇപ്പം നമുക്ക് ഇതിൽ കീ ഇല്ല, ഇത് കീലെസ് ആണ്. നമ്മൾ പാസ്വേഡ് ഇട്ട് വേണം തുറക്കാൻ. അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പാസ്വേഡ് ഇട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മൾ സ്ക്രീനിൽ തന്നെയാണ് ഇതിന്റെ എല്ലാം. പാസ്വേഡ് കൊടുത്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. പാസ്വേഡ് വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ വേർഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോണിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതായത് ഒരാൾ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനത്തെ ഫീച്ചർ. പിന്നെ ഇതിന്റെ ടയർ കണ്ടീഷൻ, ടയറൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടയറൊക്കെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ അടിപൊളിയാണല്ലേ? ബ്രേക്ക് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഓട്ടി നോക്കിയിട്ട് ബാക്കി പറയാം. ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പറയാൻ പറ്റുന്ന ഒരു മെസ്സേജ്? ഇപ്പം എന്താ പറയുക, ഇത് ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ തന്നെ വണ്ടി എടുക്കാൻ തോന്നും. ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ അതിന് കോൺഫിഡൻസ് ആണ്. അതെ.